സുബ്ഹാനല്ലാഹ്. അല്ലാഹുവിന്റെ മഹാന്മാരെ പറ്റി തന്നെ ഖുർആൻ പറഞ്ഞില്ലേ, മഹാന്മാരുടെ ജീവിതവും മരണവും തുല്യമാണെന്ന് ഖുർആനിലില്ലേ? പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാര്യം പറയേണ്ടതുണ്ടോ? അതുകൊണ്ട് തന്നെ ആ അഅറാബി വന്നിട്ട് ഖബറിന്റെ അടുക്കൽ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ശഫാഅത്തും ചോദിച്ചിട്ട് വസഹീബക ഫല അൻസഹു മാ അബദാ മിന്നി സലാമു അലൈക്കും മാ ജറൽ ഖലമു. തങ്ങളെ പിന്നിൽ കിടക്കുന്ന രണ്ട് മഹാന്മാർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഞങ്ങൾ മറക്കൂല നബിയേ, എല്ലാവർക്കും സലാമുണ്ട് നബിയേ. അന്ത സഫീഉൽ തുർജാ സഫാഅതുഹു അലാ സിറാത്തി ഇദാ മസല്ലത്തിൽ ഖദമു. കാല് സിറാത്ത് പാലത്തിന്റെ അടുക്കൽ വെച്ച് ഇടറുമ്പോ തങ്ങളല്ലേ ഞങ്ങൾക്ക് ശുപാർശ പറയാനുള്ള നബിയേ എന്നിങ്ങനെ വിളിച്ചു പറഞ്ഞിട്ട് ആ അഅറാബി എന്ന് പോയപ്പോ മഹാപണ്ഡിതനായ ഉത്ബ റളിയല്ലാഹു തആല അൻഹു തങ്ങൾ ഒന്ന് കിടന്നപ്പോ മയക്കത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടില്ലേ, റസൂലുള്ള നിർദ്ദേശം കൊടുത്തില്ലേ, ആ അഅറാബിയുടെ ദോഷങ്ങളൊക്കെ അല്ലാഹ് പുറത്തു കൊടുത്തു എന്ന് പറയാ. അവിടെ വെച്ച അഅറാബി ഓതിയ ആയത്തായിരുന്നു തെറ്റ് ചെയ്തു പോയവര് തങ്ങളെ സമീപത്ത് വന്ന് പടച്ചവരോട് പൊറുക്കലിനെ ചോദിക്കുകയും തങ്ങളോട് സങ്കടം പറഞ്ഞിട്ട് തങ്ങൾ അവർക്ക് വേണ്ടി പൊറുക്കലിനെ ചോദിക്കുകയും ചെയ്താൽ അല്ലാഹ് പുറത്തു കൊടുക്കുമെന്നല്ലേ പറഞ്ഞത്. ജീത്തുക മുസ്തഗ്ഫിറൻ മിൻ ദംബി, തങ്ങളെ ഞാൻ സമീപിക്കുന്നത് എന്റെ ദോഷം പൊറുക്കാൻ വേണ്ടി റബ്ബിനോട് തേടിക്കൊണ്ടു, അതിനുവേണ്ടി തങ്ങളൊന്ന് റെക്കമെന്റ് ചെയ്യണമെന്ന നിലക്കും വന്നതാണ് നബിയേ എന്ന് പറഞ്ഞിട്ടല്ലേ അഅറാബി തിരിച്ചുപോയത്. നിർദ്ദേശം വന്നില്ലേ, അദ്ദേഹത്തിന്റെ ദോഷം പൊറുത്തു, വിവരമറിയിക്കണം. സഹോദരന്മാരെ, 4 മദ്ഹബിലുമുള്ള ആയിരക്കണക്കിന് പണ്ഡിതന്മാർ അവരുടെ കിതാബുകളിൽ ഇമാം നവവി റളിയല്ലാഹു ശർഹുൽ മുഹദ്ദബിൽ സുബ്ഹാനല്ലാഹ് ഇബ്നു ഖുദാമ ബൈഹഖി ഇബ്നു അസാകിർ അങ്ങനെ തുടങ്ങി എത്ര പണ്ഡിതന്മാരാണ് ഇത് രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളത് ഇമാമിങ്ങൾ. എന്നിട്ട് ഇമാം മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു കിതാബുൽ ഉന്നത്തിൽ പറഞ്ഞില്ലേ, റസൂലുള്ളാഹിന്റെ റൗളന്റെ അടുക്കൽ പോയി നബിയോട് വിളിച്ച് സഹായം തേടണം, നബിയോട് സങ്കടം പറയണം എന്ന് അവിടുന്ന് രേഖപ്പെടുത്തിയില്ലേ. എല്ലാ മഹാന്മാരും പറയുന്നു വഫാത്തിന് ശേഷം മുമ്പ് എന്ന വ്യത്യാസമില്ല, അവിടുന്ന് എപ്പോഴും റഊഫുർ റഹീം, മുഅ്മിനീങ്ങൾക്ക് ദയ ചെയ്യുന്ന നേതാവ്, റഹ്മത്ത് ചെയ്യുന്ന നേതാവ്, ശുപാർശ ചെയ്യുന്ന നേതാവ് ആ മുഹമ്മദുർ റസൂലുള്ളാഹി. സഹോദരന്മാരെ, അവിടുത്തെ സ്വഭാവം ഡെൻമാർക്കുകാരൻ പറഞ്ഞതുപോലെ ക്രൂരനാണോ? അതേ കാർട്ടൂൺ വരക്കേണ്ട വ്യക്തിയാണോ? ഇപ്പോൾ സമയമില്ല ചരിത്രം പറയാൻ. ബറക്കത്തിനു വേണ്ടി 2 ചരിത്രം പറഞ്ഞ് ഞാൻ എന്റെ പ്രസംഗം നിർത്തുന്നു. അതാ വരുന്നൊരു യഹൂദി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമീപത്ത് വന്നൊരു മുഹമ്മദേ, എനിക്കൊരു സംഖ്യ തരാനില്ലേ, ഇപ്പൊ തരണം. സംഖ്യ കടം വാങ്ങലും കൊടുക്കലുണ്ട്, അത് അന്യമതക്കാരോട് വാങ്ങലുണ്ട് കൊടുക്കാറുണ്ട്. കാരണം സൗഹാർദ്ദമാണ്, അത് പഠിപ്പിച്ച നേതാവാണ്. അന്യമതക്കാരനോട് കടം വാങ്ങിയിട്ടുണ്ട്. ഇപ്പൊ തരണോന്ന് പറയും. ഇപ്പൊ തരണോന്ന് ആഴ്ച സംഖ്യ കൊടുക്കാൻ കഴിയുമോ? നേരത്തെ തന്നെ പറയണ്ടേ, അതൊരുക്കി വെക്കണ്ടേ, അല്ലെങ്കിൽ അവധി പറയണം. പെട്ടെന്നാണ് ഇപ്പൊ സംഖ്യ തരണം. എന്റെ അടുക്കലില്ല യഹൂദി, അല്ല ഇപ്പൊ തരണം, എന്റെ അടുക്കലില്ല, ഇപ്പോഴില്ല, ഇല്ലേ ലാഫാലിക്കും. ഞാൻ ഒരൊറ്റ സ്ഥലത്ത് പോലെ നിങ്ങളെ കൂടെ തന്നെ ഇവിടെ നിൽക്കും, ഒരു സ്ഥലത്തും നിങ്ങൾക്ക് പോകാൻ കഴിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു? നിങ്ങൾ ഓർക്കണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു? എന്നേത്തെ പോലെ കടം വാങ്ങിയിട്ട് ചോദിച്ചാൽ എന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കംപ്ലൈന്റ് പറഞ്ഞോ? ഒന്നും പറഞ്ഞില്ല. എന്ത് ചെയ്തു? ഇദൻ ഉഹ്ബസു മഅക്, അവിടുത്തെ സ്വഭാവമാണ്. ഇദൻ ഉഹ്ബസു മഅക്, അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങളുടെ കൂടെ അറസ്റ്റ് ചെയ്യപ്പെട്ടവനെ പോലെ നിൽക്കും. ആരായത് പറയുന്നത്? റഹ്മത്തുൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുത്തെ അനുയായികൾ ആരാ? ആ അനുയായികളുടെ സ്നേഹം എന്താ? സുബ്ഹാനല്ലാഹ്. അതുണ്ടോ പറഞ്ഞാൽ തീരുന്നു. സ്വന്തം ശരീരത്തെക്കാൾ സ്നേഹിക്കുന്ന അനുയായികൾ. അവിടുന്ന് ഒന്നുമെടുക്കുമ്പോൾ, ഒന്നുമെടുക്കുന്ന സമയത്ത് ബാക്കി വരുന്ന വെള്ളം, ഉറ്റി വീഴുന്ന വെള്ളം, അത് സഹാബികൾ കാദൂയക്കുത്തത്തിലൂന അലാ വലൂഇ റസൂലില്ലാഹി. ബുഖാരിയിലെ ഹദീസാണ്. അവിടുന്ന് ഒന്നുമെടുക്കുന്ന വെള്ളം സഹാബികൾ കയ്യിലേറ്റ് വാങ്ങിയിട്ട് ഫയതമസ്സഹൂന ബിഹി, ശരീരത്തിൽ തൊട്ടുപുരട്ടുകയാണ്.
കിട്ടുന്നില്ലെങ്കിൽ യഖുദു മിൻ ബലലി അഖീഹി, കിട്ടിയവന്റെ കയ്യിൽ നിന്ന് തൊട്ടുപുരട്ടുകയാണ്. ആ വെള്ളം കിട്ടാൻ വേണ്ടി അവർ ഉന്തും തിരക്കുമുണ്ടാക്കിയിട്ട് സംഘട്ടനത്തിന്റെ വക്കിലോളം എത്തിപ്പോയി എന്നാണ് ബുഖാരിയിലെ ഹദീസ്. നിങ്ങൾ ഓർക്കണം, വേറെ വെള്ളം കിട്ടാഞ്ഞിട്ടല്ല, അള്ളാഹുവിന്റെ റസൂൽ ഉപയോഗിച്ച വെള്ളം കിട്ടണം. അതിനുവേണ്ടി ഉന്തും തിരക്കുമാണ്. കല്യാണം പറഞ്ഞു, വീട്ടിൽ പോയി കത്ത് കൊടുത്തു. എന്നിട്ട് കണ്ടപ്പോൾ അങ്ങാടിയിൽ നിന്ന് പറയാത്തതിനാൽ പോകാത്ത ജനങ്ങളെ നിങ്ങൾ കാണുന്നില്ലേ? അതേസമയത്ത് അള്ളാഹുവിന്റെ റസൂലിന്റെ ജന്മദിനാഘോഷത്തിൽ വെച്ച മൗലിദിന്റെ ചോറ്, അതേ ആണ്ടിന്റെ ചോറ്, അതെനിക്ക് കിട്ടിയേ പറ്റൂ, കിട്ടിയില്ലെങ്കിൽ കംപ്ലൈന്റ് ആണ്. എന്താ കാരണം? അത് മഹാന്മാരോടുള്ള സ്നേഹമായതുകൊണ്ടല്ലേ. നേരെ മറിച്ച് ഈ കല്യാണത്തിന് വിളിച്ചിട്ടും വരാൻ മടിയല്ലേ? ഇത് നിങ്ങൾ കാണുന്നില്ല, സ്നേഹമല്ലേ? അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹാബത്തിന് വെള്ളം കിട്ടാഞ്ഞിട്ടല്ല, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപയോഗിച്ച വെള്ളം കിട്ടാനാണ്. അതിനുവേണ്ടി ബുഖാരിയിലെ ഹദീസിലുള്ളത്, സഹാബത്ത് കുന്തും തിരക്കും കൂട്ടിയിട്ട് സംഘട്ടനത്തിന്റെ വക്കിലെത്തിപ്പോയി. കിട്ടാത്തവൻ കിട്ടിയവരെ കയ്യിൽ നിന്ന് തൊട്ടുപുരട്ടിപ്പോയി. അവിടുന്ന് തുപ്പുന്ന സമയത്ത് അവിടുത്തെ ഉമിനീരില്ലേ, സാധാരണ ഉമിനീരല്ല കേട്ടോ, എന്റെയും നിങ്ങളെ ഉമിനീര് പോലെയല്ല, അത് വല്ലാത്ത മരുന്നാണ്. അത് തൊട്ടുപുരട്ടി പരിവതിയുള്ളവന്റെ ചെങ്കണ്ട് രോഗം മാറിപ്പോയി. അത് ചേർത്തപ്പോൾ 10 ആൾക്ക് തിന്നാനില്ലാത്ത ഭക്ഷണം 1000-ഓളം ആൾ നിന്നിട്ട് ബാക്കിയാണ്. സുബ്ഹാനല്ലാഹ്, അതെന്തൊരു ഉമിനീരാണ്. ഖതാദയുടെ കണ്ണ് ചൂഴ്ന്ന് തെറിച്ചു പോയതല്ലേ? അവിടുത്തെ ഉമിനീരെടുത്ത് തൊട്ട് വരട്ടിക്കൊടുത്തങ്ങ് വെച്ചു കൊടുത്തപ്പോ പിന്നെ ആ കണ്ണിന് മരിക്കുന്നവരെ കണ്ണിന് മറ്റേ കണ്ണിന് ചെങ്കണ്ണ് വന്നാലും ഈ കണ്ണിന് ചെങ്കണ്ണ് രോഗമില്ലല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമിനീർ, അതിന് കസ്തൂരിയേക്കാൾ നല്ല സുഗന്ധമല്ലേ? അത് വല്ലാത്ത മരുന്നല്ലേ? അതിങ്ങ് പുറത്തു വരുമ്പോ സഹാബത്ത് കൈയാണിച്ചു കൊടുക്കുകയല്ലേ? അത് വാങ്ങി സഹാബത്ത് ശരീരത്തിൽ പുരട്ടുകയല്ലേ? ഇങ്ങനെ സ്നേഹിക്കുന്ന ലക്ഷക്കണക്കിന് അനുയായികളില്ലേ? അങ്ങനെയുള്ള നേതാവായ മുഹമ്മദ് റസൂലുള്ളാഹി. യുക്തിവാദികൾ വേണേ പറയൂ, അല്ലേ? യുക്തിവാദം തലയിൽ കയറിയ മുസ്ലിം പേരുള്ളവൻ പറയും, അതൊക്കെ ബുഖാരിയിലും മുസ്ലിമൊക്കെ ഉണ്ടെങ്കിലും അതൊന്നും സ്വീകരിക്കാൻ പറ്റില്ല. എന്ത് ഉമിനീര് തൊട്ട് പുരട്ടി മോശമല്ലേ? അതൊക്കെ പുറത്ത് പറഞ്ഞാലും മൈക്ക് പറഞ്ഞാലും. ഓ മനുഷ്യ, അങ്ങനെ ഒരു യുക്തിവാദി ഉണ്ടോ? ആ യുക്തിവാദിയാണ് ഞങ്ങൾ വിചാരണ ചെയ്യാൻ പോകുന്നത്. നാളെ രാവിലെ മുതൽക്ക് എനിക്കിപ്പോ പോകണം തിരുവനന്തപുരത്തേക്ക്. SUSന്റെയും SSFന്റെയും സംയുക്താഭിമുഖ്യത്തിൽ മതനവീകരണം വിചാരണ ചെയ്യപ്പെടുന്നു എന്ന പേരിൽ തിരുവനന്തപുരം മുതൽക്ക് കാസർഗോഡ് വരെ പ്രചരണ ജാഥയാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പ്രചരണം. അതിൽ വിശദമായി നിങ്ങളുടെ കേന്ദ്രങ്ങൾ വരുമ്പോൾ നിങ്ങളും ആ പരിപാടിയിൽ എത്തിച്ചേർന്ന് ഇവിടെ കണ്ണൂക്കരയിൽ വടകര പരിപാടിയുണ്ട്, നിങ്ങളെത്തണം. ഞാൻ നിങ്ങളോട് പറയുന്നു, അവിടെ വെച്ച് നിങ്ങൾക്ക് സ്ക്രീനിൽ ഒരുപാട് വിഷയങ്ങൾ കേൾപ്പിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പച്ചക്കുമ്പ ഞങ്ങൾക്ക് ഭരണം കിട്ടിയ 2ാമത്തെ ദിവസം ഞങ്ങൾ തച്ചടക്കും എന്ന് പറഞ്ഞില്ലേ ഒരാള്? ഇപ്പോൾ ഞാൻ അവിടെ വെച്ച് ഞാൻ കേൾപ്പിച്ചു തരാം. പറഞ്ഞില്ലേ, ഞങ്ങൾക്ക് ഭരണം കിട്ടിയ 2ാം ദിവസം പച്ചക്കുമ്പ ഞങ്ങൾ തകർക്കുമെന്ന് പറഞ്ഞില്ലേ? കള്ളധാരമെന്ന് പറഞ്ഞില്ലേ? അതൊക്കെ ഇൻഷാ അല്ലാഹ് അവിടെ കേൾപ്പിക്കാം, ഇവിടെ ആവശ്യമല്ല. ഞാൻ പറഞ്ഞു വരുന്നത്, ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശരീരത്തിൽ നിന്ന് പുറത്തു വരുന്ന ഉമിനീര് സഹാബത്ത് കയ്യിലേറ്റ് വാങ്ങി തൊട്ടുപുരട്ടുന്നു എന്ന് പറയുമ്പോൾ യുക്തിവാദിക്ക് വല്ല വാദവുമുണ്ടോ? അത് അശാസ്ത്രീയമായി പോയി എന്ന് പറയാനുണ്ടോ? ഉണ്ടെങ്കിൽ വരട്ടെ നമ്മളെ മുന്നിൽ. നമ്മൾ ചോദിക്കട്ടെ, എടോ മനുഷ്യ, നീ തേൻ കഴിക്കാറില്ലേ? തേൻ കുടിക്കാറില്ലേ? തേൻ നക്കാറില്ലേ? എന്താണ് മോനെ തേന്? ഈച്ച തുപ്പിയതല്ലേ അത്? ഈച്ച ഛർദിച്ചതല്ലേ അത്? ഈച്ച ഛർദിച്ച തേര് നക്കുന്ന നീയാണോ? റഹ്മത്തുൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കസ്തൂരിയേക്കാൾ നല്ല സുഗന്ധമുള്ള അതേ തേനിനേക്കാൾ ഔഷധവീര്യമുള്ള ഏറ്റവും വലിയ ഔഷധമായ മരുന്നായ ഉമിനീര് തൊട്ടുപുരട്ടുന്ന സഹാബത്തിനെയും അത് രേഖപ്പെടുത്തിയ ബുഖാരി ഇമാമിനെയും കുറ്റം പറയുന്നത് ഈച്ച ഛർദിച്ച തേന് നക്കുന്ന യുക്തിവാദിയാണോ? നീ തേന് നക്കുന്നവനല്ലേ? തേൻ കുടിക്കുന്നവനല്ലേ? അതുകൊണ്ട് നീ ലോകം പഠിച്ചിട്ടില്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മഹത്വത്തെ നീ തരണ്ടായിട്ടല്ല. ഇരിക്കട്ടെ, പറഞ്ഞു വന്നത് ആ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വന്തം ജീവനക്കാളെ സ്നേഹിക്കുന്ന ലക്ഷക്കണക്കിന് അനുയായികളെ മുന്നിൽ വെച്ചാണല്ലോ അന്യമതക്കാരനായ യഹൂദി വന്നിട്ട് പറയുന്നത്, മുഹമ്മദെ സംഖ്യ ഇപ്പൊ തരണം.
എന്റെ കയ്യിൽ ഇപ്പൊ ഇല്ല എന്ന് പറയുമ്പോ പറയുന്നത് എന്താണ്? നിന്നെ ഞാൻ ഒരു സ്ഥലത്തും പോകാൻ വിടൂല. അപ്പോഴവിടുത്തെ മറുപടി എന്താണ്? എന്തൊരു സ്വഭാവമാണ് ഇതന്നുഹബസുമാക്, എന്നാ നിന്റെ കൂടെ അറസ്റ്റ് ചെയ്യപ്പെട്ടവനെ പോലെ ഞാനുണ്ടാകും. യഹൂദി പോയില്ല, ദുഹർ നിസ്കരിച്ചു, അസർ നിസ്കരിച്ചു, മഗ്രിബും ഇശാവും നിസ്കരിച്ചു. യഹൂദി പോകുന്നില്ല, അള്ളാഹുവിന്റെ റസൂൽ എവിടെയും പോകുന്നില്ല. നമ്മൾ പൈസ കൊടുക്കാനുള്ള ആളല്ലേ. സുബഹി വരെ കാത്തു, യഹൂദി പോകുന്നില്ല, അള്ളാഹുവിന്റെ റസൂലും എവിടെയും പോകുന്നില്ല. അവിടുത്തെ സ്വഭാവം നോക്ക് നിങ്ങൾ. സുബഹിയായി സുബഹി നിസ്കരിച്ചു, യഹൂദി പോകുന്നില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോകുന്നില്ല. സദസ്സിലുള്ള ചില സഹാബികൾക്ക് വികാരമായി, അനുയായികൾ ചെറുക്ക് വികാരമായി. സുബഹി കഴിഞ്ഞപ്പോ ചിലർ കണ്ണുകൊണ്ട് കൈകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണാതെ കാണിച്ചു തരടാ, ഇവിടുന്ന് ഇറങ്ങട്ടെ, കാണിച്ചു തരടാ, തങ്ങളെ മുന്നിലായിട്ടല്ലേ, ഇറങ്ങട്ടടാ എന്നിങ്ങനെ ഭീഷണിപ്പെടുത്താൻ തുടങ്ങി കണ്ണുകൊണ്ടും കൈകൊണ്ടൊക്കെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂലിന്റെ ശ്രദ്ധയിലത് പെട്ടു. ഉടനെ തന്നെ ചോദിച്ചു, മാദാ തസ്നഉന ബിഹി, നിങ്ങളെന്താണ് ചെയ്യുന്നത്? നിങ്ങളെന്താണ് ചെയ്യുന്നത്? സഹാബികൾ പറഞ്ഞു, നിങ്ങളൊക്കെ അവിടെ ജീവിച്ചിരിക്കുമ്പോ ഒരു യഹൂദി വന്നിട്ട് തങ്ങളെ ബന്ദി ചെയ്യുകയോ, ഒരു യഹൂദി തങ്ങളെ ബന്ദി ചെയ്യുകയോ നിങ്ങളൊക്കെ ഇവിടെ ഉള്ളപ്പോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മറുപടി, മനഅനി റബ്ബി അൻ അദ്ലിമ മുആഹദൻ വഗൈറ, നമ്മളുമായിട്ട് കരാറിലുള്ള നമ്മളുടെ ഭരണത്തിന് നമുക്കടക്കേണ്ട പണവും അടച്ചു, നികുതി കൊടുക്കേണ്ടത് നികുതി കൊടുത്തു എന്ന് പറയുന്നത് പോലെ അടക്കേണ്ട പണവും അടച്ചിട്ട് നമ്മുടെ ഭരണത്തിന് കരാറിൽ ജീവിക്കുന്ന അമുസ്ലിം സഹോദരന്മാർ വഗൈറഹു, അല്ലാത്ത ജനങ്ങൾ ഒരാളെയും ആക്രമിക്കരുതെന്ന് എന്റെ റബ്ബ് എന്നോട് പറഞ്ഞതാണ്. നിങ്ങളയാളെ കണ്ണുമൊഴിക്കാൻ പാടില്ല, നിങ്ങളയാളെ കൈവിരൽ ചൂണ്ടാൻ പാടില്ല. യഹൂദി പിന്നെയും കാത്തു. ഉച്ച സമയമായി, ഉച്ചയായിട്ട് യഹൂദി പോകുന്നില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോകുന്നില്ല. ഉച്ച കുറച്ചൊക്കെ എത്തിയപ്പോ യഹൂദി അതായിരിക്കുന്ന സ്ഥലത്ത് എഴുന്നേറ്റ് വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയും, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. നബിയേ, ഞാൻ വിശ്വസിച്ചു, അവിടുന്ന് അല്ലാഹു പറഞ്ഞേച്ച മഹാൻ തന്നെ, റസൂല് തന്നെ, അല്ലാഹുവല്ലാതെ ഇലാഹില്ല ഞാൻ പ്രഖ്യാപിക്കുന്നു. നബിയേ, ഇന്നനി ശത്റു മാലി ഫീ സബീലില്ലാഹ്, ഞാൻ വലിയ സ്വത്തുക്കാരനാണ്, വലിയ ധനികനാണ്. എന്റെ സ്വത്തിന്റെ പകുതി ഭാഗം അല്ലാഹുവിന്റെ വഴിയിലേക്ക് ഞാനിതാ തരുന്നു. തങ്ങൾ വാങ്ങിയ മാത്രമല്ല, തങ്ങൾ കടം വാങ്ങിയത് ബിസിനസ്സിന് വേണ്ടി കടം വാങ്ങിയതല്ല, സ്വന്തം കാര്യത്തിന് കടം വാങ്ങിയതല്ല, അള്ളാന്റെ ദീനിന് വേണ്ടി കടം വാങ്ങിയതാണ്. നബിയേ, എന്റെ കടസംഖ്യ മാത്രമല്ല, എന്റെ സ്വത്തിന്റെ പകുതി ഭാഗം ഞാൻ അല്ലാഹുവിന്റെ വഴിയിലേക്ക് തിരിച്ചു. നബിയേ, പിന്നെ ഞാൻ എന്തിനാണ് ഇങ്ങനൊക്കെ ചെയ്തതെന്നറിയോ? ഞാൻ തൗറാത്ത് പഠിച്ച ആളാണ്. തൗറാത്തിൽ അവസാനത്തെ നബിന്റെ ബഹുമാനം പറഞ്ഞിട്ടുണ്ട്, ആ നബിന്റെ പ്രത്യേകത പറഞ്ഞിട്ടുണ്ട്. അവിടെ പറഞ്ഞത് ലൈസ ബിഫദ്ലിൻ വലാ ഗലീദുൽ ഖൽബ്, മനസ്സുവല്ലാതെ വിശാലമായ നേതാവാണ്, വല്ലാത്ത സ്വഭാവമുള്ള നേതാവുന്ന. അതൊക്കെ തങ്ങൾക്കുണ്ടോ എന്ന് ഞാനൊന്ന് പരിശോധിച്ചതാ. പരിശോധിച്ചപ്പോ 100% തൗറാത്തിൽ പറഞ്ഞ വിശേഷണങ്ങളൊക്കെ ഉണ്ടെന്ന് ബോധ്യപ്പെട്ടുപോയി. അതുകൊണ്ടൊന്നുകൂടി ചൊല്ലുന്നു ഞാൻ, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്നക റസൂലുള്ളാഹ്. അത് ചൊല്ലിയിട്ട് നിർത്തിയില്ല, പിന്നെയും പറയുന്നു, ഓ നബിയേ, ഫഹ്കും ഫീ മാലി ബിമാ ശിഅ്ത, ഞാൻ നേരത്തെ പറഞ്ഞതെന്റെ സ്വത്തിന്റെ പകുതി ഭാഗം ഫീ സബീലിലാണെന്നാണ്. ഇപ്പോൾ ഞാൻ തങ്ങളോട് പറയുന്നു, എന്റെ സ്വത്തിനെ കുറിച്ച് എനിക്ക് തീരുമാനമില്ല. എന്റെ സ്വത്ത് മുഴുവനും തങ്ങളെ ഇഷ്ടം പോലെ കൈകാര്യം ചെയ്തോ, എന്റെ സ്വത്ത് മുഴുവനും തങ്ങളെ ഇഷ്ടം പോലെ വിധിച്ചോ. എനിക്ക് തരുന്നെങ്കിൽ തന്നോ, ഇല്ലെങ്കിൽ വേണ്ട, തങ്ങളെ ഇഷ്ടം പോലെ തീരുമാനിച്ചോ. നബിയേ, ഫലാ വറബ്ബിക ലാ യുഅ്മിനൂന ഹത്താ യുഹക്കിമൂക ഫീമാ ശജറ ബൈനഹും ثم لا يجدوا في أنفسهم حرجا مما قضيت ويسلموا تسليما.
പൂർണ്ണമായി അല്ലാഹുവിന്റെ റസൂലിന്റെ തീരുമാനത്തിന് വിട്ടുകൊടുക്കുമ്പോഴല്ലാതെ ഒരാളും വല്ലാഹി മുഅ്മിനല്ല എന്നല്ലേ ഖുർആൻ പഠിപ്പിക്കുന്ന ആശയം. എന്റെ സ്വത്ത് പൂർണ്ണമായി തങ്ങളെ തീരുമാനം ഞാൻ അംഗീകരിച്ച് ഇഷ്ടം പോലെ ചെയ്തോ, ഇനി എനിക്ക് തീരുമാനമില്ല നബിയേ.